കേരളത്തിലെ രണ്ടാം ഘട്ടവും രണ്ടാം തവണയും തുടർച്ചയായിട്ട് ഭരിക്കുന്ന പാർട്ടിയാണ് CPM. മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ മുന്നണിയുടെ രണ്ടാം ഭരണത്തുടർച്ച നേടിയ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഈ രേഖയുടെ CPMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഈ രേഖയുടെ ഉപജ്ഞാതാവ് എന്നതും പ്രധാനമാണ്. കാരണം പിണറായി കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ ശക്തി കേന്ദ്രമായിട്ട് വളർന്നിരിക്കുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ പാർട്ടി അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. പാർട്ടി അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ്, നേതൃത്വത്തിലാണ് സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ആധികാരികമാണ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ആദ്യത്തെ ഒരു ഘട്ടമാണിത്. ഈ ചർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് അത് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇത് പ്രഖ്യാപിക്കുന്ന ആളിൻ്റെ ആധികാരികത, അദ്ദേഹത്തിന് അതിൻ്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം. രണ്ടാമത്തെ കാര്യം, കേരളം, അതിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആ സംസാരത്തിൽ തന്നെ സൂചിപ്പിച്ചു. കേരളം പുതിയൊരു വലിയ വികസനത്തിന് പാകമായി കഴിഞ്ഞിരിക്കുന്നു. കേരളം ഒന്നാമതാണ്. അത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് കേരളം എന്തുകൊണ്ടും ഒന്നാമതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യരംഗത്തിൻ്റെ കാര്യത്തിൽ പോട്ടെ, ഭൂപരിഷ്കരണം കേരളത്തിലെ പോലെ ഇത്ര കണ്ട് സാർവത്രികമായി ഭൂപരിഷ്കരണം നടപ്പിലാക്കിയിട്ടുള്ള ഏതെങ്കിലും സംസ്ഥാനം ഇന്ത്യയിലുണ്ടോ? അതിൻ്റെ ആദ്യം തുടക്കമിട്ടത് 1957 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആണെന്നും കൂടി ഓർക്കണം. വിദ്യാഭ്യാസത്തിന്, ആരോഗ്യ വളർച്ചയ്ക്കുള്ള ആശുപത്രികളുടെ ഒരു അടിത്തറ, അതെല്ലാം തുടങ്ങിയത് 57 പിന്നീട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മാറി മാറി വന്ന കോൺഗ്രസ്സുകൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നത്, ഒരു തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിച്ചാൽ അടുത്ത തവണ കോൺഗ്രസ് പക്ഷം ഭരിക്കും, ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കും. അതാണ് കഴിഞ്ഞ 2021 വരെ തുടർന്നിരുന്നത്. അങ്ങനെ മാറി മാറി വന്ന ഭരണങ്ങളുടെ ഒരു നേതൃത്വം നമ്മുടെ കേരളത്തിൻ്റെ മൊത്തം വളർച്ചയിലുണ്ട് എന്ന് നമുക്ക് വളരെ അഭിമാനത്തോട് തന്നെ പറയാം. കേരളത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിരുന്നു, ഓരോ തവണയും മാറി മാറി ജനങ്ങൾ തന്നെ പരീക്ഷിക്കും. ശരി, നിങ്ങൾ 5 വർഷം ഭരിച്ചില്ലേ, പറഞ്ഞിക്ക് അടുത്തത് ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ വേറെ ആൾക്കാരെ വെച്ചോളാം എന്ന് പറയുന്ന ഒരു ജനത്തിൻ്റെ ശക്തി, അത് വളരെ ഒരു ഇച്ഛാശക്തി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ തവണ മാറി. അത് രാഷ്ട്രീയം എന്തുമാവട്ടെ, കേരളത്തിൻ്റെ രാഷ്ട്രീയം ഇടതുപക്ഷത്തിനും എടുക്കുന്നു, പിണറായിയും എടുക്കുന്നു ഒക്കെ പറയാം. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഒരു വികസന തുടർച്ച എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ, പിണറായി വിജയൻ രണ്ടാമത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം അതിന് പുതിയൊരു ആക്കം കൊടുക്കുകയാണ്, പുതിയൊരു ഘട്ടത്തിലേക്ക് നമ്മുടെ വികസനത്തെ അദ്ദേഹം എത്തിക്കുകയാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് മാനങ്ങൾ പലതാണ്. മൂന്നാമത്തെ ഭരണം കൂടി പിടിക്കാനുള്ള തന്ത്രം എന്ന് രാഷ്ട്രീയമായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനപ്പുറത്ത് ഇനി കേരളത്തിന് ഇങ്ങനെ പോയാൽ പറ്റില്ല. കേരള ജനതയ്ക്ക് ഇതിൽ കൂടുതൽ അർഹതപ്പെട്ടതുണ്ട്, കാര്യങ്ങൾ പലതുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഇന്ത്യയിൽ വളരെ മുമ്പിലാണ്. സാക്ഷരതയുടെ കാര്യത്തിൽ ജനന മരണ നിരക്ക് പോലെയുള്ള ഘടകങ്ങളിൽ, അടിസ്ഥാന ഇൻഡിക്കേറ്ററുകളിൽ കേരളം വികസിത രാജ്യത്തോടൊപ്പമാണ്. പക്ഷേ അതിന് തക്ക ആളോഹരി വരുമാനം കേരളത്തിലെ ജനങ്ങൾക്കില്ല. നമുക്കിന്ന് ഒരു കുടുംബത്തിലൊരു ക്യാൻസർ പോലെയുള്ള ഒരു ഭീകരാസുഖം പിടിച്ചാൽ ആ കുടുംബം തകർന്നു പോകുന്ന അവസ്ഥയാണ്.